നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. തിരുവനന്തപുരം പേയാട് വിളവൂർക്കൽ പഞ്ചായത്തിൽ കുണ്ടമൺ ഭാഗത്ത് ശങ്കർ നായർ റോഡിൽ സായിറാമിൽ താമസിക്കുന്ന ബിജുകുമാറിനെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ല. അവിടുത്തെ വാർഡ് മെമ്പറുമായി സംസാരിച്ചു. അതിന്റെ സംഭാഷണത്തിലേക്ക്. നമസ്കാരം, എന്റെ പേര് രമേഷ് എന്നാണ്. ഞാൻ തനിമ ചാനലിൽ നിന്ന് വിളിക്കുകയാണ്. ഒരു ബിജുകുമാറിന്റെ ഒരു മിസ്സിംഗ് കേസ് കണ്ടായിരുന്നു, വാട്സാപ്പിൽ കണ്ടായിരുന്നു. അതെന്താണ് വിളിച്ചത്? അത് ഇന്നലെ മുതലാണ് അദ്ദേഹത്തെ കാണാതായത്. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് ജയകുമാർ. ഓക്കെ, നല്ല രീതിയിൽ ഇവിടെ താമസിക്കുന്ന ഒരു കുടുംബമാണ്. ഫാമിലി പരമായിട്ട് ഒരു ഇഷ്യൂസും അവരും ഇല്ല. ഒരാണ്, ഒരു പെണ്ണുമാണ്. 2 കുട്ടികളും പഠിക്കുകയാണ്. വൈഫ് ഓൾറെഡി നേഴ്സാണ് മെഡിക്കൽ കോളേജ്. അതെ, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ഹെഡ് നേഴ്സാണ്. മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ഈ സമീപകാലത്ത് ഏകദേശം 1 വർഷക്കാലത്തിനകത്ത് ന്യൂ കാഷ്വാലിറ്റി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിന്റെ ഫുൾ ഇൻചാർജ് അദ്ദേഹത്തിനായിരുന്നു കൊടുത്തത്. ഈ ഹോസ്പിറ്റൽ രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഷ്വാലിറ്റിയിൽ അവിടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഈ ഹോസ്പിറ്റലില് അനധികൃതമായിട്ട് എന്തെങ്കിലും വിഷയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അധികാരികളായിട്ട് എന്തെങ്കിലും? ഹോസ്പിറ്റലില് അത് വൈഫിന്റെ മാത്രമേ നമുക്ക് റിപ്പോർട്ടായിട്ടുള്ളൂ. അദ്ദേഹം വൈഫ് പറയുന്നത് അവിടെ അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെന്റ് പരമായ വിഷയത്തിലുള്ള മാനസികമായിട്ടുള്ള വ്യത കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അവര് NGO യൂണിയന്റെ അംഗമാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ യൂണിയൻ തന്നെയാണ് വിഷയമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ടും വളരെ സ്മാർട്ടായിട്ടും പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അതില് കുറച്ച് ശ്രീകാലികളായ സഹപ്രവർത്തകരും പിന്നെ ഇവരുടെ തന്നെ NGO ഒരു യൂണിയൻ ഉണ്ടല്ലോ, അവരുടേതായ കുറച്ച് വിഷയമൊക്കെ ഉണ്ട്. ഈ ഇടയ്ക്ക് തന്നെ കഴിഞ്ഞ മാസം ഒരു പത്രത്തിലൊരു ഇവരുടെ കുടുംബത്തെ ഒരു വിഷമ പ്രതിസന്ധിയിലാക്കുന്ന ഒരു റിപ്പോർട്ടൊക്കെ അവരുടെ എതിർപക്ഷ യൂണിയൻ, ഇവരുടെ തന്നെ NGOയുടെ തന്നെ ഒരു യൂണിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആശ്രിതർക്ക് നിയമനം നൽകുന്നു അങ്ങനെ എന്തൊക്കെയുള്ള ഒരു വ്യാജമായ റിപ്പോർട്ട്. അതിലൊക്കെ അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള വ്യത ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ കുറച്ച് ദിവസമായിട്ട് വളരെ ഒരു നിരാശാപൂർവമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം കഴിച്ചുകൊണ്ട് വന്നത്. ഈ ബിജുകുമാറിന്റെ വീട് എവിടെയാണ്? പേയാട് ഏത് ഭാഗത്ത്? കുണ്ടമൺ ഭാഗത്ത് ശങ്കർനായർ റോഡിലേക്ക് കയറുമ്പോൾ കറക്റ്റ് 50 മീറ്റർ വരുന്ന കാണുകയാണ് അദ്ദേഹത്തിന്റെ വീട്. ഇത് എന്നാണ് പുള്ളിയെ മിസ്സിംഗ് ആയത്? ഇന്നലെ മുതലാണ് അദ്ദേഹം ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അതിനുശേഷം ഡ്യൂട്ടിക്ക് ഹാജരായില്ല. അങ്ങനെ വൈകുന്നേരം വിളിച്ചെടുത്തില്ല. ഇന്നലെ ഇന്നും കൂടെ ആയപ്പോ മിസസിന് വിഷമായി അവർ മലയങ്കി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. ബാക്കിയുള്ള ചാനലുകളിലൊക്കെ ഏഷ്യനെറ്റ് അടക്കമുള്ള മീഡിയസിലൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോ ഈ നമ്പർ കൊടുത്താൽ മതിയല്ലോ? ഇപ്പോ ചേട്ടൻ നമ്പർ കൊടുത്താൽ മതിയല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചാനലിൽ മതി, ഈ നമ്പറിൽ കൊടുത്താൽ മതി. ശരി, ഓക്കെ, താങ്ക് യു. മെഡിക്കൽ കോളേജിലെ ഹെഡ് നേഴ്സാണ് ബിജുകുമാർ. ബിജുകുമാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിലോ മലയങ്കീഴ് പോലീസ് സ്റ്റേഷനിലോ അറിയിക്കാവുന്നതാണ്.